നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അകത്തളം അലങ്കരിക്കാൻ വാസ്തുപരമായ രീതിയിൽ തന്നെ പിന്തുടർന്ന് ഓരോ കാര്യങ്ങളും അടുക്കും ചിട്ടയോടും കൂടി വെക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും. നമ്മുടെ വീടിൻ്റെ ഉൾവശം അലങ്കരിക്കാനായിട്ട് നമ്മൾ ഒരുപാട് അലങ്കാര വസ്തുക്കൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ക്ലോക്ക് നമുക്ക് ബെഡ്റൂമിൽ ക്ലോക്ക്, അതുപോലെ നമ്മൾ ഹാളിൽ ക്ലോക്ക്, സിറ്റ് ഔട്ടിൽ, അടുക്കള, ഭക്ഷണം കഴിക്കുന്ന റൂം സെപ്പറേറ്റ് ഉണ്ട്, അവിടെ ക്ലോക്ക്, അങ്ങനെ ഒരുപാട്. ഒരു റൂമിൽ 5 റൂമായിട്ടുണ്ടെങ്കിൽ 5 റൂമിലും ക്ലോക്ക് വെക്കുന്ന ആളുകളാണ് കൂടുതൽ. അത് ചില ആളുകൾ വെറുതെ ക്ലോക്ക് വെക്കും, ചില ആൾക്കാർ വാസ്തുപരമായ രീതിയിൽ വെക്കും. അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. വാസ്തുപരമായ രീതിയിൽ പറയുകയാണെങ്കിൽ എനർജി ഫ്ലോയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിശ്വാസം ഇതിനകത്തിലുണ്ട്. ചില സ്ഥാനങ്ങൾ, ഇടങ്ങളുടെ ചിട്ടപ്പെടുത്തലുകൾ കൃത്യമായ ഐശ്വര്യം വന്നു ചേരും. അതായത് ചില കാര്യങ്ങൾ വെക്കേണ്ട സ്ഥലത്ത് തന്നെ വെച്ചാൽ നമുക്ക് കൃത്യമായ ഐശ്വര്യം ഒരു വഴിക്കൂന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു വഴിക്കൂടെ വന്നു ചേരും എന്നാണ് ജ്യോതിഷപരമായും അതുപോലെ വാസ്തുപരമായി പറയുന്നത്. ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ചിലരൊക്കെ പിന്തുടർന്ന് വരുന്നുണ്ട്. അത്തരമൊരു വിശ്വാസമാണ് വീടുകളിലെ ക്ലോക്കുകളുടെ സ്ഥാനം. അത്തരത്തിൽ ക്ലോക്കുകൾ വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായി വെക്കുന്നതിലൂടെ വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സാധിക്കുന്നതാണ്. വാസ്തുപ്രകാരം ക്ലോക്ക് വയ്ക്കാൻ ഏറ്റവും അനുകൂലമായ ദിക്കുകൾ കിഴക്കും വടക്കുമാണ്. വടക്ക് കിഴക്ക് ചേർന്ന് വരുന്ന മൂലയിലും ക്ലോക്ക് സ്ഥാപിക്കാൻ സാധിക്കും. അനുകൂല ഊർജവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ദിക്കുകളാണ് ഇവ രണ്ടും. അതിനാൽ ഇവിടെ ക്ലോക്ക് സ്ഥാപിക്കുന്നത് പോസിറ്റീവ് ഊർജത്തെ വീടിനുള്ളിലേക്ക് ആകർഷിക്കുന്നതാണ്. വൃത്താകൃതിയിലോ ദീർഘവൃത്താകൃതിയിലോ ഉള്ള ക്ലോക്കുകളാണ് നമുക്ക് നല്ലത്. ഊർജ പ്രവാഹത്തെയും തുടർച്ചയെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൃത്യമായ ആകൃതിയില്ലാത്തതും മൂർച്ചയുള്ള അഗ്രഭാഗങ്ങൾ ഉള്ളതുമായ ക്ലോക്കുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പൊട്ടിയതോ കേടായതോ ആയ ക്ലോക്കുകൾ ഒഴിവാക്കുക. ചെറിയ കേടുപാടുകൾ സംഭവിച്ചാലും ക്ലോക്കുകൾ സമയം കാണിക്കുന്നുണ്ടെങ്കിൽ അവ മാറ്റാതെ അതേപടി തന്നെ നിലനിർത്തി പോരുന്നവരുണ്ട്. എന്നാൽ ക്ലോക്കുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയോ തെറ്റായ സമയം കാണിക്കുകയോ ചെയ്താൽ അവ എത്രയും വേഗം തന്നെ നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ നന്നാക്കിയെടുക്കുകയോ ചെയ്യണം. കിടപ്പുമുറിയിൽ കട്ടിലിന് നേരെ മുകളിലോ കിടക്കുമ്പോൾ നിരന്തരം ദൃശ്യമാകുന്നിടത്തോ ക്ലോക്ക് വയ്ക്കുന്നത് മാനസിക സമ്മർദ്ദവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നതിന് കാരണമാകും. അതിനാൽ വശങ്ങളിലെ ഭിത്തിയിലോ മേശയിലോ ക്ലോക്ക് വയ്ക്കാൻ ശ്രദ്ധിക്കുക. സ്വീകരണ മുറിയിലെ ക്ലോക്ക് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തുള്ള ഭിത്തിയിൽ സ്ഥാപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുക്കളയിൽ വടക്കു ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ ഉള്ള ഭിത്തിയിൽ ക്ലോക്ക് വയ്ക്കുന്നത് നല്ലതാണ്. ക്ലോക്ക് സ്റ്റൗവിനോ സിങ്കിന് മുകളിലോ ആയി വയ്ക്കുന്നത് ഒഴിവാക്കുക. സ്റ്റഡി ഏരിയയിൽ വടക്കു ഭാഗത്തുള്ള ഭിത്തിയിൽ ക്ലോക്ക് സ്ഥാപിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ക്ലോക്ക് സ്ഥാപിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ക്ലോക്ക് സ്ഥാപിച്ചാൽ നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി എത്തിക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. അങ്ങനെ പോസിറ്റീവ് എനർജി വന്നു ചേർന്നാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമ്പത്തും ഐശ്വര്യവും വന്നു ചേരും. നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ഡാമേജ് ആയതോ ഗ്ലാസ് പൊട്ടിയതോ ഓടാത്തതോ ആയ ക്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മാറ്റുക. നല്ലതായി ഓടുന്ന ക്ലോക്ക് മാത്രം യഥാസ്ഥാനത്ത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ വീടിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലോക്ക് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലുള്ള ജ്യോതിഷ വാസ്തുപരമായ അറിവുകൾ ലഭിക്കാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു അധ്യായമായിട്ട് ഉടനെ കാണാം. നന്ദി.